ഗുഡ് മോർണിംഗ്. കർത്താവിൻ്റെ നാമത്തിലുള്ള സ്നേഹവും വന്ദനവും അറിയിക്കുക. നമ്മൾ പലപ്പോഴും ഇപ്പോൾ ഈ ഓൺലൈൻ ഷോപ്പിംഗ് ഒക്കെ ഉള്ളതുകൊണ്ട്, അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് ഡീറ്റെയിൽസ് കിട്ടണമെങ്കിൽ ഒരു 5,000 അല്ലെങ്കിൽ ഒരു 10,000 രൂപയുടെ സാധനം മേടിക്കണമെന്നില്ല. നമുക്ക് ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന്, നമുക്കതിനെക്കുറിച്ചുള്ള റിവ്യൂസ് നോക്കാം, പ്രോഡക്റ്റിനെ കുറിച്ചുള്ള റിവ്യൂസ്. പിന്നെ അതിൻ്റെ വീഡിയോസ് ഉണ്ട്, കമ്പയർ ചെയ്തിട്ടുള്ള വീഡിയോസ് യൂട്യൂബിലുണ്ട്. അപ്പോൾ അങ്ങനെ ഞാനൊക്കെ ആണെങ്കിലും അങ്ങനെയാണ് കുറേ സ്റ്റഡി നടത്തിയിട്ട്, കാരണം നമ്മൾ ആ സ്പെൻഡ് ചെയ്യുന്ന പൈസയ്ക്ക്, ഓരോ പൈസയ്ക്കും അതിനൊരു വാല്യൂ ഉണ്ട്. അപ്പോൾ വെറുതെ നമുക്ക് കളയാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ അത്ര ശ്രദ്ധിച്ചാണ് കുറേ കാര്യങ്ങൾ സ്റ്റഡി. ഇന്ന് അതിനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. പണ്ട് നമ്മൾ നേരെ കടയിൽ പോവുക, മേടിക്കാന്നുള്ളത്. ഇപ്പം അങ്ങനെയല്ല. കുറേ യൂസർ റിവ്യൂസും കമൻസും റിമാർക്സും എല്ലാം ഉണ്ട്. അപ്പോൾ അതെല്ലാം നോക്കി സ്റ്റഡി ചെയ്തിട്ട് കുറേ ദിവസം കൊണ്ടാണ് നമ്മൾ സാധാരണ ഒരു ചെറിയ സാധനമാണെങ്കിൽ പോലും വാങ്ങുന്നത്. പക്ഷെ പലപ്പോഴും നമ്മുടെ ആത്മീയ കാര്യങ്ങളിൽ ഞാൻ പറഞ്ഞു, നമ്മളെ വെടി കെട്ടി കാണുമല്ലോ എന്താ ഉദ്ദേശിക്കുന്നുള്ളത്. പ്രത്യേകിച്ച് അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ സ്കൂളിങ് നമുക്ക് അഫോർഡ് ചെയ്യാവുന്നവരാണെങ്കിൽ, അഫോർഡ് ചെയ്യാവുന്നവരല്ലാത്തവർ, ഏറ്റവും ബെസ്റ്റ് അവരെ കൊണ്ട് അഫോർഡ് ചെയ്യാവുന്ന ഏറ്റവും നല്ല സ്കൂൾസ്, അതിനെക്കുറിച്ച് നല്ലൊരു റിസർച്ച് തന്നെ നടത്തും. അന്വേഷിക്കും എവിടെയാണ് ഏറ്റവും ബെസ്റ്റ് ഒരു എഡ്യൂക്കേഷൻ കിട്ടുന്നത്, നല്ല ടീച്ചേഴ്സ് ഉള്ളത്, നല്ല ക്യാരക്ടർ ഡെവലപ്മെൻറ്റ് എവിടെയാണ്, ഏത് സ്കൂളിലാണ്, നല്ല വാല്യൂസ് ഉള്ള, അതും നമ്മൾ നന്നായിട്ട് അന്വേഷിച്ചിട്ടാണ്. അതിപ്പോൾ എത്ര ദൂരെയാണെങ്കിലും എത്ര എക്സ്പെൻസീവ് ആണെങ്കിലും അഫോർഡബിളായിട്ടാണ് ഉള്ളവർക്ക് അതൊന്നൊരു പ്രശ്നമേ ഇല്ല. എന്ന് പറഞ്ഞാൽ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ ലോകത്തിലെ ഈ നശ്വരമായ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നശിച്ചു പോകുന്ന, അല്ലെങ്കിൽ ഇതൊന്നും എന്നേക്കും നിലനിൽക്കുന്നതല്ല. ഈ മേടിക്കുന്ന പ്രോഡക്ട്സോ അല്ലെങ്കിൽ നമ്മൾ ഈ കൊടുക്കുന്ന എഡ്യൂക്കേഷനോ അല്ലെങ്കിൽ എന്ത് തന്നെയാണെങ്കിലും ഇതെല്ലാം ഈ ലോകം കൊണ്ട് അവസാനിക്കുന്ന അല്ലേ, അതിനത്രയുള്ള എൻ്റെ ആയുസ്. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പക്ഷെ എന്തുകൊണ്ടാണ് നമ്മുടെ ആത്മീയ കാര്യങ്ങൾക്ക് ഈ ഒരു എന്താ പറയുക, ഒരു താല്പര്യമോ അല്ലെങ്കിൽ ഒരു തീഷ്ണതയോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള എന്നാ പറയുക, നമ്മൾ ഈ അന്വേഷിക്കുമല്ലോ, ഏറ്റവും ബെസ്റ്റ് ഏതാ, ഏറ്റവും നല്ല ടീച്ചിങ്സ് എവിടെയാണ് ഉള്ളത്, അല്ലെങ്കിൽ സ്പിരിച്വൽ ഗ്രോത്തിന് ഏറ്റവും പറ്റിയ ഒരു ചേർച്ച് ഏതാ, അല്ലെങ്കിൽ ഏത് ബുക്കാണ് ഏറ്റവും നല്ലത്, അല്ലെങ്കിൽ ആരുടെ സെർമൺസാണ് ഏറ്റവും നല്ലത്, ഞാൻ ഈ കേട്ടുകൊണ്ടിരിക്കുന്നതും പൊയ്ക്കൊണ്ടിരിക്കുന്നതും ഒക്കെ എനിക്ക് എന്നെ നിത്യതയിൽ ഉറപ്പിക്കുന്നതാണോ, അല്ലെങ്കിൽ കർത്താവ് ആഗ്രഹിക്കുന്ന നിലയിലും നിലവാരത്തിലുമാണോ ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്നൊന്നും ഒരു അന്വേഷണമില്ലാത്ത എന്തുകൊണ്ട് ഒന്ന് ഒരു ചലഞ്ച് ചെയ്യാം. ഞാനൊന്ന് ചലഞ്ച് ചെയ്യാം, ഒന്ന് ആലോചിച്ചു, ഒരു ആത്മപരിശോധന നടത്തിയത്. നമ്മൾ ഈ ഉള്ളത് കൊണ്ട് ഇങ്ങനെ അങ്ങ് ജനിച്ചു, ഞാൻ ഇന്ന് ഇതിൽ ജനിച്ചു, വളർത്തപ്പെട്ടു, അതുകൊണ്ടങ്ങ് പോകും, അതൊക്കെ മതി. കാരണം എൻ്റെ പിതാക്കന്മാരവിടെയായിരുന്നു, അപ്പം അവർക്ക് കിട്ടിയ അത് തന്നെ എനിക്ക് മതി. പക്ഷെ ബാക്കിയെല്ലാ കാര്യത്തിലും ഞാൻ അപ്ഡേറ്റഡ് ആണ് കേട്ടോ. എൻ്റെ പിതാക്കന്മാരുടെ സ്റ്റാൻഡേർഡോ കൾച്ചറോ അവരുടെ എഡ്യൂക്കേഷനോ അവരുപയോഗിച്ച വാഹനമൊന്നും അല്ല ഞാനിന്ന് ഉപയോഗിക്കുന്നു. ഞാൻ ഓർമ്മയപ്പോൾ അല്ലെങ്കിൽ ഞാൻ ജനിച്ചപ്പോൾ എൻ്റെ വീട്ടിൽ അംബാസഡർ ആയിരുന്നു ആയിരിക്കണം, അല്ലെങ്കിൽ പണ്ട് ഹെറാൾഡ് എന്ന് പറയുന്ന കാറുണ്ട്, അല്ലെങ്കിൽ ഫിയറ്റ് ഉണ്ട്. ഫിയറ്റ് അങ്ങനെ ആ കാറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതും എൻ്റെ അപ്പന്മാർ ഇതൊക്കെ യൂസ് ചെയ്യുക. എനിക്കിത് മതിയെന്ന് പറയുന്നത് എത്ര പേർ, ഞാൻ ആരെയും കണ്ടിട്ടില്ല. അല്ലെങ്കിൽ അന്ന് അവർ സൗകര്യങ്ങൾ കുറഞ്ഞ ഒരു വീട്ടിലായിരുന്നു. അന്നത്തെ കാലത്ത് നല്ല സൗകര്യങ്ങളുണ്ട്, എനിക്കത് മതി എന്ന് പറഞ്ഞിട്ട് അവിടെ യാതൊരു മോഡിഫിക്കേഷൻ വരാതെ അതിൽ തന്നെ താമസിക്കുന്ന, ചിലപ്പോൾ ഫാനില്ലായിരുന്നായിരിക്കാം, ഇലക്ട്രിസിറ്റി ഇല്ലായിരുന്നായിരിക്കാം, അറ്റാച്ച്ഡ് ബാത്റൂംസ് ഇല്ലായിരുന്നായിരിക്കാം. ആരെങ്കിലും നമുക്കിന്ന് അഫോർഡ് ചെയ്യാം എന്നുള്ള അവസ്ഥയിലാണ്. നമ്മളാരെങ്കിലും പറയുമോ ഞാൻ ആ പാരമ്പര്യം വിട്ടിട്ട് പോകത്തില്ല, ഞാൻ ജനിച്ചു വളർത്തപ്പെട്ട കുടുംബത്തിൽ അങ്ങനെയായിരുന്നു, എനിക്കത് മതി എന്ന് പറയും ആരും. അതെന്താ പറയത്തില്ല. നമുക്കിന്ന് സ്മാർട്ട് ഫോൺ ഉണ്ട്, അന്ന് പിതാക്കന്മാരുടെ സ്മാർട്ട് ഫോണൊന്നുമില്ല. അല്ലെ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ഒരു ലാൻഡ് ഫോൺ ആയാലും പോയി, അല്ലെ സാധാരണ ഒരു 3310 നോക്കിയ 3310, ഈ ടച്ച് ഉള്ളതും ഈ ഇൻ്റർനെറ്റ് ഉള്ളതൊക്കെ എന്തിനാ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നത്? അപ്പം നമ്മൾ ആ കാര്യങ്ങളെല്ലാം വളരെ അപ്ഡേറ്റഡാണ്. കാരണം ലോകം പോകുന്നതനുസരിച്ച് നമ്മളും അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുക. കാരണം അല്ലെങ്കിൽ നമ്മൾ പിന്തള്ളപ്പെട്ടു പോകും. ഈ ലോകത്തിൽ നമ്മൾ പുറകോട്ടായിപ്പോവും. ആൾക്കാർ ചിലപ്പോൾ നമ്മളെ പരിഹസിക്കും, അല്ലെങ്കിൽ നമ്മളെ മാറ്റി നിർത്തും, നമ്മളെ വിവരദോഷികളെന്ന് വിളിക്കും,
അല്ലെങ്കിൽ ഒരു പരിഷ്കാരമില്ലാത്തതെന്ന് വിളിക്കും. ഇതൊക്കെയാണ് നമ്മുടെ പ്രശ്നം സമൂഹത്തെ. പക്ഷേ ഇതെല്ലാം നശ്വരമായ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നശിച്ചു പോകുന്ന പെരീഷബിളായിട്ടുള്ള കാര്യം. പക്ഷെ നശിച്ചു പോകാത്തതാണ് നമുക്ക് കർത്താവ് തരാൻ ആഗ്രഹിക്കുന്നത് നിത്യജീവൻ. നമ്മൾ വിളിച്ചിരിക്കുന്നത് അതിലേക്ക്. അപ്പോൾ ആ നിത്യജീവന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കർത്താവിൻ്റെ ആ ദൈവരാജ്യത്തിലെ ആ പ്രിൻസിപ്പിൾസും സിസ്റ്റംസും മനസ്സിലാക്കാനും അല്ലെങ്കിൽ അതനുസരിച്ച് എന്തുകൊണ്ടാണ് നമ്മൾ അപ്ഡേറ്റഡ് ആകാത്തത്? ഇതതിൻ്റെ ചോദ്യം. നമ്മൾ ബാക്കിയെല്ലാം ഈ ലോകപരമായിട്ട് നമ്മൾ അപ്ഡേറ്റഡ് ആണ്. ഏറ്റവും മോഡേൺ ഡ്രസ്സിങ്, ഏറ്റവും നല്ല എന്താ പറയുക, ഫോണ്, ലാപ്ടോപ്പ് അല്ലെങ്കിൽ ഐപാഡ്, സ്മാർട്ട് ഫോൺ, എല്ലാ സാധനം അപ്ഡേറ്റഡ് ആണ് എല്ലാം. പക്ഷെ നമ്മുടെ സ്പിരിച്വൽ സൈഡ് അല്ലെങ്കിൽ ദൈവരാജ്യത്തിൽ കർത്താവ് നോക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു നല്ല ഒരു വിശ്വാസി ദൈവരാജ്യത്തിൽ നല്ല സ്പിരിച്വലി മച്ചുറായിട്ടുള്ള ഒരാൾ നോക്കുമ്പോൾ നമ്മൾ എത്ര അപ്ഡേറ്റഡ് ചിന്തിച്ചിട്ടുണ്ട്? പലപ്പോഴും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും അറിയത്തില്ല. ഞാൻ കഴിഞ്ഞിടയ്ക്ക് ഒരാളോട് സംസാരിച്ചു. അപ്പോൾ ഒരു ചെറുപ്പക്കാരന് വിശ്വാസം വന്നിട്ട് 8-10 വർഷമായി. ഞാൻ ചോദിച്ചു, ബൈബിൾ വായിക്കുന്നു? ആ ഉണ്ട്. എവിടെയാണ് വായിക്കുന്നത്? പുതിയ നിയമമാണ് പഴയ നിയമം? ആ പുതിയ നിയമം വായിക്കുന്നു. ഏതാ വായിക്കുന്നത്? ഞാൻ ഞാൻ സുവിശേഷങ്ങൾ. ഞാൻ ചോദിച്ചു, ലേഖനങ്ങൾ വായിക്കാറുണ്ടോ? അതെന്താ ലേഖനങ്ങൾ? വിശ്വാസം വന്നിട്ട് 8-10 വർഷമായി. ഞാൻ ചോദിച്ചു, ലേഖനങ്ങൾ വായിക്കാറില്ല, അറിയത്തില്ല? ഞാൻ സുവിശേഷം വായിക്കും. എവിടെ അപ്ഡേഷൻ നടക്കുന്നു? 1ാം ക്ലാസ്സിൽ 5 വർഷമായി പഠിക്കുക, അല്ലെങ്കിൽ 8 വർഷമായി 1ാം ക്ലാസ്സിൽ ടോപ്പറാന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട്? ഞാനാണ് ക്ലാസ്സിൽ ഫസ്റ്റ്. ഏത് സ്റ്റാൻഡില്ല? 1ാം ക്ലാസ്സിൽ. എത്ര വർഷമായി 1ാം ക്ലാസ്സിൽ? 8ാമത്തെ വർഷം. പലപ്പോഴും നമ്മുടെ ആത്മീയാവസ്ഥ ഇതല്ലേ? ഒന്ന് ചിന്തി, തെറ്റാത്തന്നെ ആലോചിക്കും. കർത്താവ് സഹായിക്കട്ടെ.